ആ പിന്നെ അന്ന് എന്നോടൊരു കഥ പറഞ്ഞില്ലേ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ മഞ്ഞളാഞ്ചോല എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കാൻ പോയി എന്നൊക്കെ. അവിടെ താമസിക്കാൻ പോയതിൻ്റെ എന്നെ ഭയങ്കര ചേച്ചി പറഞ്ഞൊക്കെ നുണയാന്നാണ് എനിക്കന്ന് തോന്നിയത് കേട്ടോ. എന്നാലും എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് തോന്നി. വലിയ വനം ഉണ്ടായിരുന്നെന്നോ അവിടുന്ന് ആന ഇറങ്ങി വരുമായിരുന്നു എന്നൊക്കെ. അങ്ങനെയുള്ളിടത്തൊക്കെ മനുഷ്യർ പോയി താമസിക്കുമോ? അങ്ങനെയുള്ളിടത്തൊക്കെ മനുഷ്യർ പോയി താമസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ പോയി താമസിക്കും. അപ്പം നിങ്ങൾ മനുഷ്യരല്ലേ? ഞങ്ങൾ മനുഷ്യരാ. നീയല്ലേ ഇപ്പം മനുഷ്യരല്ലാതാക്കുന്നത് ഞങ്ങളെ. അവിടെ പിന്നെ ഒരു വശം വനമായിരുന്നു, ഒരു വശം നല്ല താമസയോഗ്യമായ സ്ഥലമായിരുന്നു. അവിടെ ഞങ്ങൾ വീട് വെച്ച് താമസിച്ചു. ആന കാട്ടാനയെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുങ്ങളെല്ലാം ഇറങ്ങി വരും. ആദ്യമൊക്കെ കുറച്ച് പേടിയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ ആ പേടിയൊക്കെ അങ്ങ് പോയി. ആന വരുമ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി ഓട്ടിക്കും. അത് ഞങ്ങളെ പേടിച്ചു ഓട്ടും. അയ്യോ, ആന നിങ്ങളെ പേടിച്ചു? കാട്ടാനയും വേറെ ചെറിയ മൃഗങ്ങളും എല്ലാം ഉണ്ട്. അത് ഞങ്ങളെ പേടിച്ചിട്ട് അതുങ്ങൾ ഓട്ടും. നിങ്ങളെ കണ്ട് പേടിക്കാനും മാത്രം നിങ്ങൾ എന്താ വലിയ സംഭവമായിരുന്നോ? വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ഞങ്ങളുടെ ഒച്ച കേൾക്കുമ്പോൾ ആന പേടിച്ചു ഓടും. ആനയേക്കാൾ വലിയ സൗണ്ട് ആയിരുന്നോ? അതെയായിരുന്നു. അങ്ങനെയൊക്കെ രാവിലെ കീറുവാണം പറയുന്ന കേട്ടോ. നേര് പറയുന്ന കരുതി വന്ന വീട്ടിലെപ്പോഴും അലമ്പായിരുന്നെങ്കിലും നല്ല സന്തോഷമായ ജീവിതമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. വീട്ടിൽ അലമ്പായിരുന്നെന്ന് സമ്മതിച്ചു. നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമായിരുന്നു. അത് കൊള്ളാം. എന്നിട്ട് പിന്നെ എന്നായിരുന്നു ഒരു കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഈ തോട്ടപ്പുഴു എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അതിങ്ങനെ ഇങ്ങനെ മുറിച്ച് വരും. അത് കാലയിലൊക്കെ കയറിയാൽ എന്ത് ചെയ്താൽ അതിനെ പറിച്ചു കളയാൻ പറ്റുകയില്ല. കോറിക്കൊണ്ട് ഞങ്ങളൊക്കെ ഓട്ടും അതിനെ കാണുമ്പോഴത്തേക്കും. അത് അത്യാവശ്യം. ഇങ്ങനെ വലിയ ആൾക്കാരല്ലേ നിങ്ങൾ? ആനയേക്കായി വലിയ ആളാന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇച്ചിരി ഒരു ചെറിയ ജീവിയെ നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു? അതിനെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ആനയെന്ന് പറയുന്നതിന് ഒരു പേടിയില്ല. ആനയ്ക്ക് നിങ്ങളെ പേടിയായിരുന്നു? ആനയ്ക്ക് ഞങ്ങളെ പേടിയായിരുന്നു. അത് ഏതായാലും കൊള്ളാം, വിശ്വസിച്ച് കേട്ടോ. വിശ്വസിക്കാതിരിക്കോ? ഞാൻ പറയുന്നൊക്കെ നുണയാന്നല്ലേ നീ പറയുള്ളൂ. തിരുത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. തിരുത്തണ്ട. കേൾക്കുന്നവർക്ക് മനസ്സിലായിക്കോളൂ, ബുദ്ധിയുള്ളവർക്ക്. നുണയാണോ നേരാണോ മനസ്സിലായി. ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കട്ടെ. കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇത് ഒട്ടും നുണയല്ല, എല്ലാം സത്യമാണ്. ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളെങ്ങനെയാ ഈ വനത്തിൻ്റെ അടുത്ത് താമസിക്കാൻ പോയി പെട്ടെന്നോ? അത് പെട്ടെന്നൊന്നുമല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് മാറി താമസിച്ചാൽ തോന്നൽ തോന്നി. നല്ല നാട്ടിൻ പ്രദേശത്ത് താമസിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് വനത്തിൻ്റെ അടുത്ത് പോയി താമസിക്കണം എന്നങ്ങ് തോന്നി. തണുപ്പുള്ള പ്രദേശമൊക്കെയാണ്, അവിടെ താമസിക്കണം തോന്നി. പ്രകൃതി നല്ല ഫ്രഷായ പ്രകൃതിയൊക്കെ നോക്കി പോയതായിരിക്കും. പ്രകൃതിയൊക്കെ ആയിരുന്നു. ഇനി പുഴുവിന്റെ ശല്യമായിരുന്നു ഞങ്ങളെ പേടിപ്പിച്ചു. അപ്പം ഇച്ചിരിയെങ്കിലും ശല്യം ഉണ്ടായിരുന്നല്ലോ. വീട്ടിൽ പിന്നെ എന്നത്തിന് അലമ്പുണ്ടാക്കിക്കൊണ്ടിരുന്നത്? അത് ആണുങ്ങളല്ലേ, വീട്ടിലുള്ളവരല്ലേ, ഇങ്ങനെ ഓരോ പറഞ്ഞ് അലമ്പുണ്ടാക്കും. എനിക്ക് ചിലപ്പോ ഇഷ്ടപ്പെടുകയില്ല. പിടിക്കും. അടി കൊടുക്കുകയോ? അടി കൊടുക്കുകയോ മേടിക്കുകയും ചെയ്യലായിരുന്നു. എന്നാലും നല്ല സ്നേഹമായിട്ട് നല്ല സന്തോഷമായ ജീവിതം. എന്നും അലമ്പുണ്ടാക്കും, എന്നും സന്തോഷമായിരുന്നു. അത് കൊള്ളാം. അയൽവാസികൾക്കൊക്കെ നിങ്ങളെ എങ്ങനെയായിരുന്നു സഹിച്ചത്? അയൽവാസികൾക്കൊക്കെ ഞങ്ങൾ കണ്ണിലുണ്ണിയായിരുന്നു. അയ്യോ, കണ്ണിലുണ്ണിയോ? ഞങ്ങളെ കൊണ്ടൊരു യാതൊരു ദോഷവും അയൽവാസികൾക്കൊന്നുമില്ല. എല്ലാവർക്കും നല്ല സന്തോഷം. അപ്പം നിങ്ങൾ ഈ വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നു എന്നർത്ഥം? വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്നത് അവർ പറയും, അത് വീട് എല്ലായിടത്തും ഇങ്ങനെ സ്ഥലമ്പൊക്കെ ഉണ്ടോ അല്ലേ, അതൊന്നും സാരമില്ലെന്ന് പറയും എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ നല്ല മാതൃകാ കുടുംബമായിരുന്നു. കണ്ടാലറിയാം, മനസ്സിലാവുന്നുണ്ട്. നീനൊക്കെ എങ്ങനെ മനസ്സിലായ? നീ കണ്ടിട്ടില്ലല്ലേ താമസിക്കുന്നത്? അയാൾ ഔട്ടക്കെട്ടാന്ന് അലർന്ന് കേട്ടോ. ഇപ്പോൾ അയൽവാസികളെ എല്ലാം ഓട്ടിക്കും, ഭയങ്കര അലപ്പം. അപ്പം ഇപ്പം എന്നോട് പറഞ്ഞതേ ഉള്ളൂ അയൽവാസികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പോൾ അയൽവാസികളെയൊക്കെ ഓടിക്കാൻ തുടങ്ങിയില്ലേ? ചില സമയം എപ്പോഴും അയൽവാസികൾക്ക് ഇഷ്ടപ്പെട്ടതിരിക്കും. എന്നാലും ചില സമയം അവർ ഒച്ച വെച്ചോണ്ട് വരും, നേരെ എഴുതിയാൻ ഏറ്റുപിടിക്കും. പിന്നെ അവിടെ ഞാൻ ഇടപെട്ടത് നേരെ കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ ഒരു രസമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. നിങ്ങൾക്ക് വീട്ടുകാർക്ക് മാത്രം രസം, ബാക്കിയുള്ളവർക്ക് നിങ്ങളൊരു ശല്യമായിരുന്നു. ശല്യമായിരുന്നൊന്നും ആരും പറഞ്ഞു. അതേ വിളിക്കുന്നുണ്ട് അവിടെ നിന്ന്, അലറുന്നു. ചെല്ല് വേഗം ചെല്ല്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ശല്യം കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കും. ഞങ്ങൾക്ക് പേടിയല്ല, ഞങ്ങൾക്ക് ഈ അലമ്പൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. ഞങ്ങൾ പ്രത്യേക ആൾക്കാരാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോക്കോ.
ഇനി കഥയൊക്കെ പിന്നെ പറഞ്ഞാൽ മതി കേട്ടോ. എന്നാ ഇനിയും കഥ കേൾക്കാൻ നേരത്തെ എന്നെ വിളിച്ചത്. ആ പൊക്കോ പൊക്കോ. ഓ നല്ല സൂപ്പർ കഥയാ.